Hi, hello, my dear students. We are starting the part 3 class of our chapter 3 Movements of the Earth, Rotation and Revolution. അപ്പോൾ മൂവ്മെൻറ്റ്സ് ഓഫ് ദി എർത്ത് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജിയോഗ്രഫിയുടെ ഒരു ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ നിങ്ങളോട് റൊട്ടേഷൻ, റെവല്യൂഷൻ, ടിൽറ്റ് ഓഫ് ദി ആക്സിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. പാർട്ട് 1 ക്ലാസ്. പാർട്ട് 2 ക്ലാസ്സിൽ നമ്മൾ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. വാട്ട് ഈസ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ? ഇറ്റ് ഈസ് ദ ഷിഫ്റ്റ് ഓഫ് ദി സൺ ഫ്രം northward to southward and southward to northward. That means the sun's apparent position shift from Tropic of Capricorn to Tropic of Cancer. 23.5 degree south to 23.5 degree north. This shifting is called the apparent movement of the sun. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിച്ചു. Summer solstice, winter solstice, equinoxes, the particular days, March 21st, September 23rd, June 21st, December 22nd. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇന്ന് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ പോർഷനാണ് സീസൺസ്. ഈ സീസൺസ് എന്നുള്ള പോർഷൻ നിങ്ങൾക്ക് 10th പഠിക്കാനുണ്ട്. വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ളൊരു ചാപ്റ്റർ നമുക്കുണ്ട് 10th. ആ ചാപ്റ്ററിലും നമ്മൾ ഈ സീസൺസും വെതറും ക്ലൈമറ്റും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സീസൺസ്, ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിച്ച് ആർ ദ ഡിഫറെൻറ്റ് സീസൺസ് ഇൻ നോർത്തേൺ ആൻഡ് സൗത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ ട്രഡീഷണൽ സീസൺസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പഠിത്തം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 1ഉം 2ഉം ക്ലാസ്സുകൾ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷമേ നിങ്ങൾ ഈ 3rd ക്ലാസ് കാണാവുള്ളൂ. നിങ്ങൾക്ക് കണ്ടിന്യൂവേഷൻ വേണം. അപ്പം നമുക്ക് 1ാമത്തെ ക്ലാസ്സിലും 2ാമത്തെ ക്ലാസ്സിലും ടീച്ചർ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കാണണം, അത് പഠിക്കണം. എന്നിട്ട് നിങ്ങൾ ഈ 3ാമത്തെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, എല്ലാവരും അങ്ങനെ ചെയ്യുക. നോട്ട്ബുക്ക് ഉണ്ടെന്ന് ടീച്ചർ വിചാരിക്കുന്നു. നിങ്ങൾക്ക് നോട്ട് എഴുതാം. അങ്ങനെ നിങ്ങളുടെ എന്താണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചുകൊണ്ടിരുന്നോണം. ഓക്കെ, വാട്ട് ആർ സീസൺസ്? അപ്പോൾ നമുക്ക് ഒന്നാമത് പഠിക്കേണ്ടത് എന്താണ് ഈ സീസൺ. ഡ്യൂ ടു ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഡിഫറെൻറ്റ് പ്ലേസസ് എക്സ്പീരിയൻസ് സ്പെസിഫിക് വെതർ പാറ്റേൺസ്. അപ്പോൾ അതിൻ്റെ സീസൺ ഉണ്ടാകാനുള്ള റീസൺ എന്താണ്? ഒന്നാമത്തേത് ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ. ബിക്കോസ് ഓഫ് ദിസ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഫ്രം ട്രോപ്പിക് ഓഫ് കേപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23.5 degree south to 23.5 degree north, what happened? Different places experience specific weather patterns. These patterns are known as seasons. So weather patterns are known as seasons. In northern hemisphere a particular weather pattern, and in southern hemisphere also we experience a specific weather pattern. These weather patterns are known as seasons. The revolution of the earth and the variations in the availability of solar energy is the reason for the occurrence of season. The main 2 reasons of the occurrence of season. First one, revolution of earth. The earth revolves around the sun in an elliptical orbit. This revolution നമ്മൾ അഫീലിയൻ പെരിഹീലിയൻ ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ചില സമയത്ത് എർത്ത് സൂര്യനുമായിട്ട് അടുത്ത് വരുന്നു, ചില സമയത്ത് അത് അകന്നു പോകുന്നു. അപ്പോൾ സോളാർ എനർജിയുടെ അവൈലബിലിറ്റി, ബിക്കോസ് ഓഫ് ദിസ് ടിൽറ്റ് ഓഫ് ദി ആക്സിസ്, അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ, ദ റെവല്യൂഷൻ ഓഫ് ദ എർത്ത്, ദ അവൈലബിലിറ്റി ഓഫ് സോളാർ എനർജി വേരിയേഷൻസ്, ഓൾ ദീസ് ആർ ദ റീസൺസ് ഫോർ ദ ഒക്കറൻസ് ഓഫ് സീസൺ. അപ്പോൾ സീസൺ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ഒന്ന് നമ്മുടെ എർത്തിൻ്റെ ടിൽറ്റ്, ആക്സിസിനുള്ള ടിൽറ്റ്, പിന്നെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. സൺ ഇങ്ങനെ 23.5 degree സൗത്ത് 23.5 degree നോർത്ത് വരെ ഉള്ള അതിൻ്റെ ഈ അപ്പാരൻറ്റ് ഷിഫ്റ്റ്, അതുപോലെ റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. ദെൻ ദസ് അവൈലബിലിറ്റി,
variations in the availability of energy, solar energy. All these are the reasons for seasons. So in each different places we experience a specific weather pattern. This weather pattern is called a season. Okay, what are the factors behind the occurrence of season? ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ അതൊന്ന് ടീച്ചർ ഒന്ന് ലിസ്റ്റ് ചെയ്തതേ ഉള്ളൂ. റെവല്യൂഷൻ ഓഫ് ദി എർത്ത്, ടിൽറ്റ് ഓഫ് ദി ആക്സിസ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, ദെൻ പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. എർത്തിൻ്റെ ആക്സിസിൻ്റെ ടിൽറ്റ് അതിൻ്റെ റെവല്യൂഷനിലെല്ലാം അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. അതാണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. എർത്തിൻ്റെ ആക്സിസ് ഏത് ടിൽറ്റിലാണോ, ഏത് സ്ലാൻഡിങ് പൊസിഷനിലാണോ നിൽക്കുന്നത്, ആ പൊസിഷൻ ഒരിക്കലും മാറുന്നില്ല. എർത്ത് മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ശരിയാണ്, അത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ അത് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മൂവ്മെൻറ്റിന് ഇടയ്ക്ക് അതിൻ്റെ ആക്സിസിൻ്റെ ടിൽറ്റ് ഒരിക്കലും അത് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നീക്കുകയോ അത് മറിക്കുകയോ തിരിക്കുകയോ അതിൻ്റെ ആംഗിൾ വ്യത്യാസപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. ടിൽറ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ടിൽറ്റ് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യും ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പാരലലിസം. ഈ എർത്തിൻ്റെ ടിൽറ്റ് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അതിൻ്റെ പൊസിഷൻ മാറിയാൽ നിങ്ങൾക്കറിയാം വെതർ പാറ്റേണും മാറിപ്പോകും അല്ലേ? എർത്തിൻ്റെ ടിൽറ്റ് മാറുന്നതനുസരിച്ച് സോളാർ എനർജി അവൈലബിൾ ആകുന്നത് ഡിഫറെൻ്റ് ആകും. അപ്പോൾ ടിൽറ്റ് ഒരിക്കലും മാറാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ വെതർ അല്ലെങ്കിൽ നമ്മുടെ സീസൺസ് കറക്റ്റായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് അത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം 4 പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണ് സീസൺ ഉണ്ടാകാൻ? റെവല്യൂഷൻ ഓഫ് ദി എർത്ത്, ടിൽറ്റ് ഓഫ് ദി ആക്സിസ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണ്, പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. ദീസ് ആർ ദ 4 റീസൺസ്. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ സീസൺസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് സീസൺസ്? ഫസ്റ്റ് വൺ സ്പ്രിംഗ്, സെക്കൻഡ് വൺ സമ്മർ, ദെൻ ഓട്ടം, ദെൻ വിൻ്റർ. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ. ഈ മലയാളത്തിൽ ഇതിനെന്തൊക്കെ പറയും? സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ വസന്തകാലം, സമ്മർ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം, ഓട്ടം എന്ന് പറഞ്ഞാൽ ശരത്കാലം, വിൻ്റർ എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലം. ഓക്കെ, അപ്പോൾ സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിൻ്റർ. ദീസ് ആർ ദ 4 സീസൺസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സൗത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിലും സൗത്തേൺ ഹെമിസ്ഫിയറിലും നമുക്ക് എക്സ്പീരിയൻസ് ആകുന്ന 4 സീസൺസ് ആണ് സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ. അതതിൻ്റെ ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ. ഓക്കെ, ദെൻ നമുക്ക് ഒരു ഡയഗ്രം ഞാൻ എടുത്തിട്ടുണ്ട്. സമ്മർ കണ്ടോ, നല്ല സോളാർ എനർജി ഏറ്റവും നന്നായിട്ട് ലഭിക്കുന്ന നല്ല പ്രകാശമുള്ള സമയമാണ് സമ്മർ. ദെൻ ഓട്ടം, ചെടികളുടെ ഇലകളൊക്കെ പഴുത്ത് കണ്ടോ ഒരു മഞ്ഞ കളറിലാവുന്നു, അത് പൊഴിഞ്ഞു പോകും അല്ലേ, ഓട്ടം സീസൺ. സ്പ്രിംഗ് സീസണിൻ്റെ പ്രത്യേകത നിങ്ങൾ അവിടോട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം, പൂക്കളൊക്കെ ഉണ്ടാകുന്ന വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് സ്പ്രിംഗ്. അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് പൂക്കളൊക്കെയാണ് സ്പ്രിംഗ് സീസൺ, വസന്തകാലം. വിൻ്റർ നിങ്ങൾ കണ്ടു, അവിടെ കണ്ടോ മഞ്ഞൊക്കെ പൊഴിഞ്ഞു കിടക്കുകയാണ്, സീസൺ വളരെ കോൾഡാണ്, അതുപോലെ തന്നെ സ്നോയൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ദെൻ നമുക്ക് ഈ സീസൺസിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിക്കാം. അപ്പോൾ ഇവിടെ ടീച്ചർ അത് കറക്റ്റായിട്ട് അതിൻ്റെ സിമ്പിൾ കൊടുത്തിരിക്കുന്നു നോക്കുക. സ്പ്രിംഗ് സീസൺ കൊടുത്തിരിക്കുന്ന സിമ്പിളാണ് സ്പ്രിംഗ് സീസണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സമ്മറിന് കൊടുക്കുന്ന സിമ്പിൾ തന്നെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓട്ടം സീസൺ കൊടുത്തിരിക്കുന്ന സിമ്പിൾ ശ്രദ്ധിക്കുക, അത് തന്നെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. വിൻ്റർ സീസൺ കൊടുത്തിരിക്കുന്ന സിമ്പിൾ ശ്രദ്ധിക്കുക, അത് തന്നെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതേ സിമ്പിളാണ് ക്യാരക്ടറിസ്റ്റിക്സിനും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മാച്ച് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുക. ഓക്കെ, വാട്ട് ആർ ദ സീസൺസ് ആൻഡ് the characteristics? First one, spring season. Plants bloom and produce fruits. Okay, during this period duration of daytime gradually increases. അപ്പോൾ വിൻ്റർ കഴിഞ്ഞിട്ടാണ് സ്പ്രിങ്ങിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ വിൻ്ററിൽ നമുക്കറിയാം ഡേ ടൈം ലോയും നൈറ്റ് ലാർജും ആയിരിക്കും. അപ്പോൾ ഈ സ്പ്രിങ് എത്തുമ്പോൾ ഡേ ടൈം ഗ്രാജുവലി ഇൻക്രീസസ്. സ്പ്രിങ്ങിലെത്തുമ്പോൾ ഡേ ടൈമിന് എന്താണ് മാറ്റം വരിക? അത് ഗ്രാജുവലി കൂടാൻ തുടങ്ങും. സമ്മറിലേക്ക് എത്തുമ്പോൾ അത് മാക്സിമം ആവും. ഓക്കെ, അപ്പോൾ ഡേ ടൈം
ഇൻക്രീസ് ചെയ്യുന്ന സമയമാണ് സ്പ്രിംഗ് സീസൺ. വിൻ്ററിൽ ഡേ വളരെ കുറവാണ്, ഡേ ടൈം വളരെ കുറവാണ്, നൈറ്റാണ് അവിടെ കൂടുതൽ. അപ്പോൾ ഡേ ടൈം കുറഞ്ഞു നിൽക്കുന്ന വിൻ്ററിൽ നിന്നും അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന സമയമാണ് സ്പ്രിംഗ് സീസൺ. മറ്റൊരു പ്രത്യേകത, പ്ലാന്റ്സ് ബ്ലൂം, പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. ദെൻ സമ്മർ, സ്പ്രിംഗ് കഴിഞ്ഞ് നമുക്ക് വരുന്ന സീസണാണ് സമ്മർ. ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സമ്മർ സീസൺ. ഹൈ ടെമ്പറേച്ചർ. ദെൻ ജനറലി ലോങ്ങർ ഡേയ്സ്. അപ്പോൾ സമ്മറിൽ എത്തുമ്പോൾ ഡേ ടൈം എങ്ങനെ ആവും? ലോങ് ഡേ ടൈം. സ്പ്രിംഗിൽ ഡേ ടൈം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു, സമ്മറിൽ എത്തുമ്പോൾ ഡേ ടൈം മാക്സിമം ആവുന്നു, അപ്പം നൈറ്റ് കുറവായിരിക്കും. ഓക്കെ, ഡേ ലോങ്ങർ ഡേയ്സ്. ദെൻ സമ്മർ കഴിഞ്ഞ് നമ്മൾ അടുത്ത സീസണിലേക്ക് പോവുകയാണ്, ഓട്ടം സീസൺ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓട്ടം സീസൺ? ഫസ്റ്റ് വൺ, ട്രീസ് ഷെഡ് ദെയർ ലീവ്സ്. ഇല പൊഴിക്കുന്ന കാലം. ഞാൻ നിങ്ങളുടെ പിക്ചറിൽ നമ്മൾ കണ്ടു, മഞ്ഞച്ചാണ് ഇലകൾ നിൽക്കുന്നത്, മഞ്ഞ നിറം. എന്തുകൊണ്ടാണ്? പൊഴിയുക. അപ്പോൾ ഇല പൊഴിയും കാലമാണ് ഓട്ടം സീസൺ. ട്രീസ് ഷെഡ് ദെയർ ലീവ്സ്. എന്തിനാണ് അവർ ഷെഡ് ചെയ്യുന്നത്? അവരുടെ ലീവ്സ് വിൻ്ററിലേക്ക് പോവുക. അപ്പോൾ ഈ ലീവ്സ് ഒക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ വിൻ്ററിൽ സ്നോ ഫോളോ ചെയ്യുമ്പോൾ ഇലകളിലൊക്കെ വീണ് അതിൻ്റെ വെയിറ്റ് കൂടിയിട്ട് ആ കൊമ്പെല്ലാം ഒടിഞ്ഞു പോകും. അങ്ങനെ ഒടിയാതിരിക്കാൻ നേച്ചർ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓട്ടം സീസണിൽ അതിൻ്റെ ഇലകളൊക്കെ പൊഴിച്ചിട്ട് അതിങ്ങനെ കമ്പ് പോലെ നിൽക്കും. നമ്മൾ ഈ സ്നോയൊക്കെ പൊഴിയുന്ന അതുപോലുള്ള കോൾഡ് രാജ്യങ്ങളുടെ പടം കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായി, ഇലകളൊക്കെ പൊഴിച്ചിട്ടും മരങ്ങളിങ്ങനെ വെറുതെ അതിൻ്റെ സ്റ്റെമ്മായിട്ട് മാത്രം നിൽക്കും. കാരണം എന്താണ്? വിൻ്ററിൽ മഞ്ഞ് പൊഴിയുമ്പോൾ കുറേ എല്ലാം താഴോട്ടങ്ങ് പൊക്കോളൂ. ഇലയുണ്ടെങ്കിലോ ഇലയിൽ തങ്ങി നിൽക്കുകയും ആ ട്രീ തന്നെ നശിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഓട്ടം സീസണിൽ വിൻ്ററിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തുക. ഓക്കെ, ഓട്ടം കഴിഞ്ഞ ഉടനെ വിൻ്റർ വരിക. അപ്പോൾ ഒരു തയ്യാറെടുപ്പ് ട്രീ സ്വയം ചെയ്യുന്നതാണ് ഷെഡ് ദെയർ ലീവ്സ്. ദെൻ ഡ്യൂറിങ് ദിസ് പീരീഡ് ഡ്യൂറേഷൻ ഓഫ് ഡേ ഡിക്രീസസ്. അപ്പോൾ ഓട്ടം ആകുമ്പോൾ ഡേ ടൈം ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. വിൻ്ററിൽ എത്തുമ്പോൾ ഡേ തീരെ കുറവായിരിക്കും, നൈറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഓട്ടം സീസണിൽ ഡേ ടൈം കുറയുന്നു. ഓക്കെ, ഡേ ടൈം, ദ ഡ്യൂറേഷൻ ഓഫ് ഡേ ടൈം ഡിക്രീസസ് ഇൻ ഓട്ടം സീസൺ. ദെൻ ആഫ്റ്റർ ഓട്ടം ദ സീസൺ ഈസ് വിൻ്റർ ലോ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. എല്ലാവർക്കും അറിയാം വിൻ്റർ സീസണിൻ്റെ പ്രത്യേകതയാണ് ലോ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ദെൻ ജനറലി ലോങ്ങർ നൈറ്റ്സ്, ഡേ ടൈം മിനിമം, നൈറ്റ് ടൈം മാക്സിമം. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് വിൻ്റർ. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, സമ്മറിൻ്റെ പ്രത്യേകത പറഞ്ഞു, ഓട്ടം സീസണിൻ്റെ പ്രത്യേകത പറഞ്ഞു, വിൻ്റർ സീസണിൻ്റെ പ്രത്യേകത പറഞ്ഞു. അപ്പോൾ നമ്മൾ സീസൺ എഴുതാൻ തുടങ്ങുമ്പോൾ എവിടെ ആരംഭിക്കണം? സ്പ്രിംഗ്. അത് കഴിഞ്ഞാണ് സമ്മർ കഴിഞ്ഞ് ഓട്ടം കഴിഞ്ഞ് വിൻ്റർ കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്തിലേക്ക് പോകുന്നു? സ്പ്രിംഗ്. ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇയർ ബൈ ഇയർ ദിസ് സീസൺസ് ആർ occur in correct particular time. ഓക്കെ, ഇനി നമുക്ക് ഈ സീസൺസ്, നമ്മുടെ ഇന്ത്യയിലെ സീസൺസ്, അതായത് ഇന്ത്യയിലെ സീസൺസ് എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലല്ലേ, അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ആ 4 സീസൺ തന്നെയല്ലേ ഇന്ത്യയിലും. എന്നാൽ ഇന്ത്യയിൽ ഈ മൺസൂണൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ട്രഡീഷണൽ സീസൺസ്, ഇന്ത്യയുടെ മാത്രം സീസൺസിലെ ഒരല്പം വ്യത്യാസമുണ്ട്. അതെന്താണ് നമുക്കൊന്ന് പഠിക്കാം. സ്പ്രിംഗ് സീസൺ നമുക്കുണ്ട്, വസന്ത്, നമ്മളതിന് പറയുന്ന പേരാണ് വസന്തകാലം, സ്പ്രിംഗ് സീസൺ. ഫെബ്രുവരി ടു മാർച്ച് ആണ് നമുക്ക് ഇന്ത്യയിലെ വസന്തം, നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയം, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന സമയം. ഇനിയും സ്പ്രിംഗ് സീസൺ കഴിഞ്ഞ് നമുക്കും സമ്മർ സീസൺ ഉണ്ട്. അത് മാർച്ച് ടു മെയ്, മാർച്ച് തൊട്ട് മെയ് വരെയാണ് നമുക്ക് സമ്മർ, നമ്മുടെ ഗ്രീഷ്മം. നമ്മൾ അതിനെ ഇന്ത്യയിൽ വിളിക്കുന്നത് ഗ്രീഷ്മ, വേനൽക്കാലമെന്ന് നമ്മൾ പറയും. ഓക്കെ, വേനൽ. അത് മാർച്ച് ടു മെയ് നമ്മുടെ അവധിക്കാലമാണ്, മാർച്ച് ടു മെയ്. ആ സമയത്ത് നിങ്ങൾക്കറിയാം നല്ല ഉണക്ക അല്ലേ, ആ ഉണക്ക് കാലത്തെയാണ് നമ്മൾ ഗ്രീഷ്മ എന്ന് പറയുക. ഇനിയും നമുക്ക് മെയ് കഴിഞ്ഞാൽ പിന്നെ ജൂൺ തൊട്ട് നമുക്ക് എന്ത് തുടങ്ങുന്നു? മൺസൂൺ, നമ്മുടെ മഴക്കാലം. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ട്രഡീഷണൽ സീസൺസുമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ സീസൺസിന് അല്പം വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഈ മൺസൂൺ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ സമ്മർ എന്ന് പറയുന്നതിനെ നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച്
കാര്യങ്ങൾ മൺസൂണിന് കൊടുക്കുക. കാരണം ആ സമയത്ത് നമുക്ക് മഴയെത്തും. അപ്പം ജൂൺ ടു സെപ്റ്റംബർ 4 മാസം നമുക്ക് എന്താണ് മൺസൂൺ, വർഷ. മൺസൂൺ കഴിയുമ്പോൾ നമുക്കും ഓട്ടം സീസൺ ഉണ്ട്. അത് ശരത്ത് എന്നാണ് നമ്മൾ പറയുക, ശരത് കാലം, ശരത്. അത് ഒക്ടോബർ നവംബർ 2 മാസമാണ് നമുക്ക് ശരത്ത്. പിന്നെ നമുക്ക് പ്രീ വിൻ്റർ, വിൻ്ററിന് വേണ്ടി ഒരു ചെറിയ ഒരു പ്രീ വിൻ്റർ കാലമുണ്ട്. അതായത് ഓട്ടം സീസണും വിൻ്റർ സീസണും ഇടയിൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ഒരു കാലഘട്ടമാണ് പ്രീ വിൻ്റർ സീസൺ. ഹേമന്തം എന്നാണ് നമ്മളതിന് പറയുക, ഹേമന്തകാലം. ഡിസംബർ ജാനുവരി 2 മാസമാണ് നമ്മുടെ ഹേമന്തം. ഓക്കെ. പിന്നെ നമുക്കും വിൻ്റർ സീസണുണ്ട്, ശിശിർ. വിൻ്റർ സീസണ് ഇന്ത്യയിൽ പറയുന്ന പേരാണ് ശിശിരകാലം. പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സിനിമ പാട്ടുകളൊക്കെ ഉണ്ട്, ശിശിരകാല എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പാട്ടുകളൊക്കെ. ശിശിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻ്റർ, നല്ല തണുത്ത കാലം. ജാനുവരി ഫെബ്രുവരി. മാർച്ച് ആകുമ്പോൾ നമുക്ക് വീണ്ടും എന്തിലേക്ക് പോകും? നമ്മളെ സ്പ്രിങ്ങിലേക്ക് പോകും, സ്പ്രിംഗ് സീസണിലേക്ക് പോകും. അപ്പോൾ ഇന്ത്യയിലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ജനറലി ഉള്ള ആ 4 സീസൺ അല്ലാതെ ഇടയ്ക്ക് 2 സീസൺ കൂടി നമ്മൾ കയറ്റി വെച്ചു. ഏതൊക്കെയാണ്? മൺസൂൺ സീസണും അതുപോലെ പ്രീ വിൻ്റർ സീസണും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ട്രഡീഷണൽ കാലങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് നിങ്ങളെല്ലാവരും ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി വരച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ ഡയഗ്രത്തിലേക്ക് നോക്കുക. ഈ ഡയഗ്രം നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോട്ട് ബുക്കിൽ വരയ്ക്കണം. ഇത് വരച്ച് പഠിച്ചാൽ ഒരു കുട്ടിക്കും നമ്മുടെ സീസൺസ്, നോർത്തേൺ ഹെമിസ്ഫിയറിലെ 4 സീസണും ഈ ഇന്ത്യയിലെ ഈ 6 സീസൺസ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങൾ ചെറുതായിട്ടൊന്ന് കണ്ടുവച്ചാൽ മാത്രം മതി. അതിനേക്കാൾ നമ്മുടെ ഇമ്പോർട്ടൻസ് ഈ 4 സീസൺസിനാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിലെയും സൗത്ത് ഹെമിസ്ഫിയറിലെയും 4 സീസൺസ്. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ്. അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. നിങ്ങൾ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് പഠിപ്പിച്ചപ്പോൾ ടീച്ചർ വരച്ച ആ ചിത്രവും ഈ ചിത്രവും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണം. നമ്മൾ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് പഠിച്ചപ്പോൾ നമ്മൾ 4 ഡേറ്റുകൾ കണ്ടു. മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22. മാർച്ച് 21 നമ്മൾ എന്ത് തുടങ്ങുന്നത്? സീസൺ ആരംഭിക്കുന്നത്. ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. 0 ഡിഗ്രി, 23½ ഡിഗ്രി നോർത്ത്, 23½ ഡിഗ്രി സൗത്ത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് തുടങ്ങാം. മാർച്ച് 21 നമ്മുടെ സീസൺ തുടങ്ങുന്നത്. അവിടെ മാത്രമേ നിങ്ങൾ തുടങ്ങാവൂ. അല്ലാതെ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങിയാലും നിങ്ങൾക്ക് സീസൺസ് എല്ലാം മാറിപ്പോകും. മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെയുള്ള ആ 3 മാസങ്ങളാണ് സ്പ്രിംഗ് സീസൺ. ഓക്കെ. ട്രീസ് ആർ ബ്ലൂമിങ് ആൻഡ് ബെയറിംഗ് ഫ്രൂട്ട്സ് ആൻഡ് ദിസ് ഡേ ടൈം ഗ്രാജുവലി ഇൻക്രീസസ്. വിൻ്റർ കഴിഞ്ഞ് ഡേ ടൈം അല്പം കൂടാൻ തുടങ്ങുന്ന സമയമാണ് സ്പ്രിംഗ്. അപ്പോൾ ഏതാണ് സ്പ്രിംഗ് സീസൺ? മാർച്ച് 21 ടു ജൂൺ 21. ജൂൺ 21 ആണ് നമുക്കറിയാം മാക്സിമത്തിൽ എത്തുന്ന ദിവസം. അതാണ് സമ്മർ സോൾസ്റ്റിസ്. ഓക്കെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സണ്ണിൻ്റെ അപ്പാരൻ്റ് ഷിഫ്റ്റ് എങ്ങോട്ട് പോവുകയാണ്? ഇക്വേറ്ററിലേക്ക് പോവുക. അപ്പോൾ ജൂൺ 21 ടു സെപ്റ്റംബർ 23 ആണ് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലെ സമ്മർ. സ്പ്രിങ് കഴിഞ്ഞ് സമ്മർ 3 months. ജൂൺ തീരാറായി. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 3 months സമ്മർ. ദെൻ വാട്ട് ഹാപ്പൻ? സെപ്റ്റംബർ 23 കഴിയുമ്പോൾ സണ്ണിൻ്റെ അപ്പാരൻ്റ് ഷിഫ്റ്റ് സൗത്തിലേക്ക് പോവുകയാണ്, സൗത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോവുകയാണ്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് പോവുകയാണ്. അപ്പോൾ സെപ്റ്റംബർ 23 തൊട്ട് ഡിസംബർ 22 വരെയുള്ള സമയമാണ് ഓട്ടം സീസൺ. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഓട്ടം സീസൺ? ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് ആൻഡ് ഡേ ടൈം ഡിക്രീസസ്. ഡേ ടൈം കുറയാൻ തുടങ്ങും ഓട്ടം സീസണിൽ. കാരണം എന്താ? വിൻ്ററിലേക്ക് നമ്മൾ കയറാൻ പോവുക. അപ്പോൾ ഡേ ടൈം ഒത്തിരി കുറയുമല്ലോ. ഓക്കെ. ഡിസംബർ 22 ടു മാർച്ച് 21 ഏത് സീസണാണ്? വിൻ്റർ സീസൺ. അപ്പോൾ സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, ഓട്ടം സീസൺ, വിൻ്റർ സീസൺ. ദിസ് ഈസ് ദ സീസൺസ് ഓഫ് നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഈ ഒരു ഡയഗ്രം വരച്ചങ്ങ് പഠിച്ചോണം. സ്പ്രിംഗ്, ഇത് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് പഠിക്കാം, ഇക്വിനോസസ് പഠിക്കാം, സമ്മർ സോൾസ്റ്റിസ് പഠിക്കാം, വിൻ്റർ സോൾസ്റ്റിസ് പഠിക്കാം, സീസൺസും പഠിക്കാം. എല്ലാത്തിനും പറ്റിയ ഒരു ഡയഗ്രമാണ് നിങ്ങൾക്ക് ടീച്ചർ വരച്ച് തന്നിരിക്കുന്നത്. ഇതെല്ലാവരും പഠിച്ചോണം. ഓക്കെ. ഇതിന്
ഓപ്പോസിറ്റ് അങ്ങ് എഴുതിയാൽ മതി, സൗത്തേൺ ഹെമിസ്ഫിയറിലായി. അപ്പോൾ ഇവിടെ മാർച്ച് 21 ടു ജൂൺ 21 വരെ നമ്മൾ സ്പ്രിംഗാണ് എഴുതുന്നെങ്കിൽ സൗത്തേൺ ഹെമിസ്ഫിയർ എന്ന് എഴുതിയാൽ നമ്മൾ അവിടെ എന്തെഴുതണം? സ്പ്രിങ്ങിൻ്റെ ഓപ്പോസിറ്റ്. ഏതാണ് ഇപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഓപ്പോസിറ്റ്? അവിടെ ഓട്ടം എന്ന് എഴുതിക്കോണം. ഇനി ജൂൺ 21 ടു സെപ്റ്റംബർ 23 ഇവിടെ സമ്മറാണ് എഴുതുന്നെങ്കിൽ സൗത്ത് ഹെമിസ്ഫിയർ എന്ന് എഴുതി കഴിഞ്ഞാൽ സമ്മർ മാറ്റി അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതിക്കോണം, വിൻ്റർ. അവർക്ക് അന്നപ്പോൾ വിൻ്ററാണ്. സെപ്റ്റംബർ 23 ടു ഡിസംബർ 22 നമ്മൾ ഓട്ടമായി എഴുതുന്നെങ്കിൽ സൗത്ത് ഹെമിസ്ഫിയറിലേക്ക് പോകുമ്പോൾ അവിടെ എന്തെഴുതണം? സ്പ്രിംഗ് എന്ന് എഴുതിക്കോണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കോണം, ഓപ്പോസിറ്റ് ആക്കിക്കോണം. കാരണം നോർത്തിൽ ഏത് സീസണാണോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സൗത്തിൽ. കാരണം നോർത്തിൽ സ്പ്രിംഗ് സീസൺ വരുമ്പോൾ സൗത്തിൽ അപ്പോൾ ഓട്ടവാ, ഒരു സംശയവും. അതുപോലെ ഡിസംബർ 22 ടു മാർച്ച് 21 നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്ററാ. അപ്പോൾ സൗത്ത് എന്നാണ് നമ്മൾ എഴുതുന്നെങ്കിൽ അവിടെ ഏത് സീസൺ എഴുതണം? അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സീസൺ ഏതാണത്? സമ്മർ. ഞാൻ ആ ചിത്രം കൂടെ കാണിക്കാം. അപ്പം നമുക്ക് സൗത്തിൻ്റെ കൂടെ ഒന്ന് കാണാം. സൗത്തേൺ ഹെമിസ്ഫിയർ ടീച്ചർ എല്ലാം കണ്ടോ മാറ്റിയിരിക്കുന്നതാണ്ടോ, ഓപ്പോസിറ്റ് ആക്കി. സൗത്തേൺ ഹെമിസ്ഫിയറിലെ മാർച്ച് ജൂൺ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എഴുതി. അവിടെ നോർത്തിൽ നമ്മൾ സ്പ്രിംഗാണ് എഴുതിയത്, ഇവിടെ നമ്മൾ ഏതെഴുതി? ഓട്ടം എഴുതി അല്ലേ? അപ്പോൾ ജൂൺ ടു സെപ്റ്റംബർ ഇവിടെ എന്തെഴുതണം? അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതണം, വിൻ്റർ എഴുതി. അടുത്തത് സ്പ്രിംഗ് എഴുതി, അടുത്തത് സമ്മർ എഴുതി. ഇപ്പോൾ സൗത്തിലായപ്പോൾ നമ്മളെല്ലാം എന്ത് ചെയ്തു? നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ എന്തൊക്കെയാണോ എഴുതിയത് അതെല്ലാം ഓപ്പോസിറ്റ് ആക്കി. കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിൽ സണ്ണിൻ്റെ അപ്പാരൻ്റ് ഷിഫ്റ്റ് വരുമ്പോൾ സൗത്തിൽ സണ്ണില്ല, അപ്പോൾ അവർക്ക് എല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും. സൗത്തേൺ ഹെമിസ്ഫിയറിലേക്ക് സണ്ണിൻ്റെ അപ്പാരൻ്റ് ഷിഫ്റ്റ് വരുമ്പോൾ നോർത്തിൽ സണ്ണില്ല, അപ്പോൾ അവർക്കെല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം ഓപ്പോസിറ്റ് എഴുതുക. ഇനിയും രണ്ടുകൂടെ ഒരു ചിത്രം നിങ്ങളെ കാണിക്കുക, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവും. തേണ്ടേ ടീച്ചർ രണ്ട് കാര്യങ്ങളൂടെ ഒരുമിച്ച് എഴുതിയേക്കുന്ന ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നോക്കിക്കേ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് എഴുതിയപ്പോൾ സൗത്തിൽ അവിടെ എന്തെഴുതി? ഓട്ടം എഴുതി. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആണെങ്കിൽ സൗത്തിൽ എന്തെഴുതി? വിൻ്റർ എഴുതി. നോർത്തിൽ ഓട്ടം എഴുതിയപ്പോൾ സൗത്തിൽ എന്തെഴുതി? സ്പ്രിംഗ് എന്നെഴുതി. നോർത്തിൽ വിൻ്റർ എഴുതിയ അതേ സമയത്ത് സൗത്തിൽ എന്തായിരിക്കും? സമ്മർ ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? നോർത്തേൺ ഹെമിസ്ഫിയർ നന്നായിട്ട് പഠിച്ചു വെക്കുക, സൗത്തേൺ ഹെമിസ്ഫിയർ ഓപ്പോസിറ്റ് സീസൺ എഴുതുക. ഓക്കെ, കാരണം അപ്പാരൻ്റ് ഷിഫ്റ്റ് അനുസരിച്ച് സൺ നോർത്തിൽ നിൽക്കുമ്പോൾ സൗത്തിൽ കാണത്തില്ല, സൗത്തിൽ നിൽക്കുമ്പോൾ നോർത്തിൽ കാണത്തില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സീസൺസ് അല്ലേ വരുന്നത്? നമ്മൾ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി, നമുക്കത് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും നോർത്ത് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. സീസൺ എഴുതുമ്പോൾ സൗത്തിൽ നമ്മൾ ഓപ്പോസിറ്റ് എഴുതുക. ഓക്കെ, ഇപ്പോൾ ഈ ഡയഗ്രാം ഒക്കെ വരച്ചോണേ. ഇനി നമുക്കതൊന്ന് എഴുതാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ നമുക്കൊരെണ്ണം എഴുതാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഏതെഴുതണം? നോർത്തേൺ ഹെമിസ്ഫിയർ നമ്മൾ എഴുതുന്നു, സൗത്തേൺ ഹെമിസ്ഫിയർ നമ്മൾ ഓപ്പോസിറ്റ് എഴുതുന്നു. ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്റർ തൊട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെ മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെ ആ ഡയഗ്രാം ഒന്ന് ഓർത്തേ. അപ്പോൾ നമുക്ക് എന്താണ്? സ്പ്രിംഗ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്തെഴുതണം? സൗത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം, അതിൻ്റെ ഓപ്പോസിറ്റ്. ദെൻ ജൂൺ 21 നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിൽക്കുക. അവിടുന്ന് സെപ്റ്റംബർ 23 ഇക്വേറ്ററിലേക്ക് നമ്മൾ വന്നു. ആ സമയത്ത് നമുക്ക് എന്തായിരിക്കും? നോർത്തിലെ സമ്മർ. അപ്പോൾ സൗത്തിൽ എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ്, വിൻ്റർ. സെപ്റ്റംബർ 23 തൊട്ട് ഡിസംബർ 22 വരെ സൺ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണ്? ഓട്ടം സീസൺ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്തെഴുതണം? സ്പ്രിംഗ് സീസൺ. ഡിസംബർ 22 തൊട്ട് മാർച്ച് 21 വരെ സൺ ഇക്വേറ്ററിലേക്ക് പോവുക. അപ്പോൾ അവിടെ എന്താണ്? വിൻ്റർ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്തെഴുതണം? സമ്മർ. കണ്ടോ എന്ത് എളുപ്പമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അപ്പാരൻ്റ് ഷിഫ്റ്റ് ഓഫ് ദ സണ്ണും ആ ഡ്യൂറേഷൻ എല്ലാം ഒരു 3 മന്ത്സാണ്. 4 സീസണും 3 മന്ത് വീതമാണ്. അങ്ങനെ 12 മന്ത്, 4 × 3 അല്ല, ഓരോന്നും 3 മന്ത്സ്, അങ്ങനെ 4 സീസൺസ്. 4 × 3 എത്രയാണ്? 12. അപ്പോൾ ഓരോ സീസണും ഏകദേശം 3 മന്ത്സ് ആണ് വരിക. മാർച്ച് 21 ജൂൺ 21 സ്പ്രിംഗ്, ജൂൺ 21 ടു സെപ്റ്റംബർ 23 സമ്മർ, സെപ്റ്റംബർ 23 ടു ഡിസംബർ 22 ഓട്ടം, ദെൻ ഡിസംബർ 22 ടു മാർച്ച് 21 വിൻ്റർ. അപ്പോൾ സൗത്തിൽ എന്തെഴുതണം? എല്ലാം ഓപ്പോസിറ്റ് എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും സീസൺസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനി അടുത്ത ദിവസം പഠിക്കുന്നത് ടൈമാണ് പഠിക്കുന്നത്.
എങ്ങനെയാണ് ടൈം കാൽക്കുലേഷൻ, എന്തുകൊണ്ടാണ് നമ്മൾ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ടൈം ലോ ആകുന്നത്, എന്തുകൊണ്ട് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം ഇൻക്രീസ് ചെയ്യുന്നു, ഇങ്ങനെ ടൈം കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. എല്ലാവരും ടീച്ചറിൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.